Next topic is eigenvalue, eigenfunctions and eigenvalue equations. We have the steady state Schrodinger equation dou square psi by dou x square plus dou 2m by h cut square e minus u psi is equal to 0. Steady state means psi is a function of position and position only. Potential energy is a function of position only, independent of time, that is steady state. So this can be rearranged as multiply this equation with minus h cut square by 2m each time. So first term minus h cut square by 2m dou square by dou psi square, then next term 2m by h cut square cancels, minus u is plus u is written on left hand side and minus e psi is taken to right hand side. Now I can take psi outside from these two terms, so minus h cut square by 2m dou square by dou x square plus u is equal to u psi is equal to e psi. Now you can identify this quantity on bracket as an operator denoted by h cap. So this can be written as h cap psi is equal to e psi. So operator means operand act ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് മീനിങ് വരുന്നത്. So ഈ h cap എന്നുള്ള ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി acting on psi. So h psi is equal to e psi, where h cap, the operator h cap is minus h cut square by 2m dou square by dou x square plus u is called Hamiltonian operator. So h psi is equal to e psi. Now the steady state solution, the steady state Schrodinger equation, ഈ ഷോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് മെനി സൊല്യൂഷൻസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അതിൽ ചില സൊല്യൂഷൻസ് മാത്രമാണ് ഫിസിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരുന്നുണ്ടാവുള്ളൂ. ഫിസിക്കലി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സൈ ആണ്. ആ സൈയിൽ ഫിസിക്കലി മീനിങ് ഫുൾ ആയിട്ട് റിസൾട്ട് തരുന്ന ചില ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് ഫീന് മാത്രമായിരിക്കും. ദ സൊല്യൂഷൻസ് ഓഫ് ഷോഡിഞ്ചർ ഇക്വേഷൻ ഗിവ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് ഫീ. അങ്ങനെ ഡിസ്ക്രീറ്റ് വാല്യൂസിന് മാത്രമേ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവുള്ളൂ. ആ ഡിസ്ക്രീറ്റ് വാല്യൂസിനെയാണ് ഇ എൻ, എനർജിയുടെ ഡിസ്ക്രീറ്റ് വാല്യൂസിനാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഐഗൺ വാല്യൂ മീൻസ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. സോ these are the energy values of eigen systems. These characteristics values of energy E of the system is known as eigenvalues. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഈ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ എനർജി ഡിസ്ക്രീറ്റ് എനർജി വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസിന്, വേവ് ഫങ്ഷൻസിന് വി കോൾഡ് ഐഗൺ ഫങ്ഷൻസ്. ഐഗൺ ഫങ്ഷൻസ് ആർ ദി കറസ്പോണ്ടിങ് ഐഗൺ ഫങ്ഷൻസ് കറസ്പോണ്ടിങ് ടു ദീസ് ഐഗൺ വാല്യൂ അല്ലെങ്കിൽ ഈ എനർജി വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ ഫങ്ഷൻസ്. So steady state Schrodinger equation shows that energy is quantized, or we can write h cap psi n equal to E n psi n. ഓരോ ഇ എന്നിനും ഓരോ എനർജി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനാണ് psi n എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി വാല്യൂസിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് വേവ് ഫംഗ്ഷൻ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻസിനെയാണ് ഐഗൺ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കണ്ടായിരുന്നു ബോർ ആറ്റം മോഡലിൽ ഈ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇ വൺ ബൈ എൻ സ്ക്വയർ എന്ന് കണ്ടായിരുന്നു. സോ വേർ എൻ ഈസ് ഈക്വൽ ടു 1, 2, 3 അവിടെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ ഈ ഷോഡിഞ്ചർ ഇക്വേഷൻ ഒരുപാട് സൊല്യൂഷൻസ് കിട്ടാമെങ്കിലും ഈ എനർജി വാല്യൂസ് മാത്രമാണ് ഫിസിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നുള്ളൂ. ഈ ഡിസ്ക്രീറ്റ് എനർജി വാല്യൂസ് ആണ്. ഹൈഡ്രജൻ ആറ്റം കേസിൽ നമ്മൾ കാണും ഷോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഈ ബോർ ആറ്റം മോഡൽ വരുന്ന അതേ ആൻസർ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ എനർജി, ഈ ഡിസ്ക്രീറ്റ് എനർജി വാല്യൂസ് ആണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷനെയാണ് ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എനർജിയുടെ കേസിൽ മാത്രമല്ല, നമുക്ക് ഏത് ഓപ്പറേറ്ററിന് വേണമെങ്കിലും ഇതിനെ ജനറലൈസ് ചെയ്യാം. ജനറലി സപ്പോസ് വി ഹാവ് ആൻ ഓപ്പറേറ്റർ ജി ക്യാപ് psi n is equal to gn psi n. So for any dynamical variable g with the discrete values gn, that means gn is quantized, we can write operator g psi n is equal to gn psi n. So this equation is called the eigenvalue equation. ഈ eigenvalue equationൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്, എനർജിയുടെ കേസാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ psi n ആക്ട് ചെയ്യുമ്പോൾ ഇ എൻ psi n കിട്ടുന്നത്. സോ ജനറലി ഫോർ എനി ഡൈനാമിക്കൽ വേരിയബിൾ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ psi n is equal to gn psi n. Equation of this form is called the eigenvalue equation. ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഇതിൽ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് പറയാം. g is the dynamical variable. അപ്പോൾ ഈ കേസിലാണെങ്കിൽ എനർജി ഹാമിൽട്ടോണിയൻ അല്ലെങ്കിൽ ഈ ടോട്ടൽ എനർജി ടൈമാണ് അവിടെ വരുന്നത്. ദെൻ ജി ക്യാപ്, അതിന് ഈ ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ. ഇത് ഇത്രയും വരുന്നത് ക്ലാസിക്കലി ഹാമിൽട്ടോണിയൻ ആണ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ h ക്യാപ്പ് ആണ്. സോ ഇവിടെ ജി ക്യാപ്. ജി എൻ ഇവിടെ വരുന്നത്
അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന് അതിൻ്റെ ഇതായിട്ട് വരുന്നത് ഐഗൺ വാല്യൂസ് ആയിട്ട് വരുന്നത് എനർജിയാണ്. ദാറ്റ് ആർ ഐഗൺ വാല്യൂസ് psi n corresponding eigen functions, and this is called eigen value equations. So eigen value discrete energy അല്ലെങ്കിൽ discrete values അതിൻ്റെ then corresponding functions called eigen functions, and equation is called eigen value equation. Let us work out an example. It's a solved problem in Arthur Beecher 5.3. An eigen function of operator d square by dx square is psi equal to e raised to 2x. Find the corresponding eigen value. സ്റ്റഡി സ്റ്റേറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഈ ഓപ്പറേറ്ററിൻ്റെ ഒരു ഐഗൺ ഫംഗ്ഷൻ ഇതാണ്, അത് ഏതിൻ്റെ ഐഗൺ വാല്യൂ ആണെന്നാണ്, ഐ മീൻ ഏത് ഐഗൺ വാല്യൂവിൻ്റെ ഐഗൺ ഫംഗ്ഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. സോ വാട്ട് ആർ ഗിവൺ? ഓപ്പറേറ്റർ g is given, d square by dx square, simply second derivative. Eigen function also given, psi is equal to e raised to 2x. Now question is, what is g? So write the eigenvalue equation. G cap psi is equal to g psi. G cap psi is equal to g psi. The question is to find the eigenvalue corresponding to this psi. So substitute eigen function here. The operator is d square by dx square. Psi is e raised to 2x is equal to g e raised to 2x. So ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ e raised to 2x ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 e raised to x. ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4 e raised to 2x equal to g e raised to 2x. So e raised to 2x on both sides, or e raised to 2x is psi. E raised to 2x is psi. We can write 4 psi is equal to g psi, or in operator form we can, eigen value equation, g cap psi is equal to 4 psi. So what is g? G is 4. അപ്പോൾ ഈ ഓപ്പറേറ്ററിന് ഈ ഐഗൺ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയ ഐഗൺ വാല്യൂ ആണ് 4.